മലയാളത്തിന്റെ ശ്രീ മറഞ്ഞു. ചിരിയും ചിന്തയും സമ്മാനിച്ച് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ വിടവാങ്ങി. മലയാള സിനിമയിലെ നടൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, നിർമ്മാതാവ് തുടങ്ങിയ മേഖലകളിൽ തിളങ്ങിയ പ്രതിഭയായിരുന്നു നടൻ ശ്രീനിവാസൻ. 1956 ഏപ്രിൽ 6 കണ്ണൂർ ജില്ലയിലാണ് ജനനം. 225ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ഓടരുതമ്മാവ, ആളറിയാം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, വരവേൽപ്പ്, തലയണമന്ത്രം എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ എഴുതി. മഴയത്തു മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, ഉദയനാണ് താരം, കഥ പറയുമ്പോൾ ഞാൻ പ്രകാശൻ എന്നിവ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വരുമാനം നേടിയ ചിത്രങ്ങളാണ്. സന്ദേശം, മഴയത്തു മുൻപേ എന്നീ ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള 2 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ദേശീയ ചലച്ചിത്ര അവാർഡ്, 2 ഫിലിംഫെയർ അവാർഡ്, സൗത്ത് അവാർഡ്, 6 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ എന്നിവയുൾപ്പെടെ നിരവധി ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. എഴുത്തുകാരനും നടനുമായി പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, കമൽ തുടങ്ങിയ സംവിധായകരുമായി അദ്ദേഹം സഹകരിച്ചു. വടക്കുനോക്കിയന്ത്രം മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന അവാർഡ് നേടി. അതേസമയം ചിന്താവിഷ്ടയായ ശ്യാമള മറ്റ് സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും 29ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ ജനപ്രിയ ആകർഷണീയതയും സൗന്ദര്യാത്മക മൂല്യവുമുള്ള മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടി. ദീർഘനാളായി അസുഖബാധിതനായിരുന്നു. ഇപ്പോൾ കൊച്ചിയിലെ തൃപ്പൂണിത്തറയിൽ താമസിക്കുന്ന അദ്ദേഹം ഇന്ന് രാവിലെ ഇഹലോകവാസം വെടിഞ്ഞു. 69 വയസ്സായിരുന്നു.